നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന റിസർവ് ബാങ്കിനെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇൻട്രസ്റ്റ് റേറ്റിലെ വേരിയേഷൻ എപ്പോഴും ഷെയർ മാർക്കറ്റിനെ ബാധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ മാർക്കറ്റിൽ പണലഭ്യത കുറയുകയും ഷെയറുകൾ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് കമ്പനികളുടെ ലാഭത്തെയും ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ മിക്ക കമ്പനികളും ഷെയർ മാത്രമല്ല ലോൺ എടുത്തിട്ടായിരിക്കും ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ വേരിയേഷൻ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാധിക്കും. അത് അവരുടെ റിസൾട്ടിലെ പ്രോഫിറ്റ് കുറയുകയും പ്രോഫിറ്റും ലോസും ആശ്രയിച്ചായിരിക്കും ഓരോ കമ്പനികളുടെ ഷെയറിലുള്ള വേരിയേഷൻ. നല്ല പെർഫോം ചെയ്യുന്ന ഷെയറുകൾ, നല്ല ലാഭം നൽകുന്ന കമ്പനികൾ മാത്രമേ ഷെയറുകൾക്ക് കയറുള്ളൂ. അത് നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ ലാഭവിഹിതം കഴിഞ്ഞ ക്വാർട്ടറെ അപേക്ഷിച്ച് ഈ ക്വാർട്ടറിൽ പെർഫോമൻസ് കുറവാണെങ്കിൽ മാർക്കറ്റിൽ ഷെയർ എപ്പോഴും കറക്ഷൻ താഴെ പോകാനാണ് ചാൻസ്. ബാങ്കുകളെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട രണ്ട് റേറ്റാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എടുക്കുന്ന ലോൺ എമൗണ്ടിന് റിസർവ് ബാങ്കിന് നൽകുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. ഇപ്പോൾ ഇന്ത്യയിലെ റിപ്പോ റേറ്റ് 6.5 റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അത് 3.35 ഇന്ത്യയിൽ ഉള്ളത്. ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ എപ്പോഴും വേരിയേഷൻ വരിക. ഇൻഫ്ലേഷൻ കൂടുമ്പോഴാണ് RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി പണലഭ്യത കുറച്ച് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കറൻറ്റ് ക്യാഷ് റിസർവ് റേഷ്യോ CRR. ബാങ്കുകൾ ഒരു നിശ്ചിത ശതമാനം എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണമെന്ന നിബന്ധനയുണ്ട്. ആ റേറ്റാണ് CRR. ഇപ്പോൾ ഇന്ത്യയിലുള്ളത് 4.5 CRR, കറൻറ്റ് ക്യാഷ് റിസർവ് റേഷ്യോ. CRRലുള്ള മാറ്റവും ബാങ്കിങ് സെക്ടറിലെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള ഗോൾഡ് ആയാലും ക്യാഷ് ആയാലും അതർ സെക്യൂരിറ്റി ആയാലും അതിൻ്റെ 18% അവരുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം എങ്കിലും 18% മെയിൻറ്റെയിൻ ചെയ്യണം. മാക്സിമം 40% മെയിൻറ്റെയിൻ ചെയ്യണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള രണ്ട് കമ്പനികളാണ് മെയിൻ ആയിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രി 12.86% ഇൻഡെക്സിൽ വെയിറ്റേജ് ഉണ്ട്. അതുമാതിരി തന്നെ HDFC ബാങ്ക് 8.10% ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിലെ ഷെയറിലുള്ള മാറ്റം NSE നിഫ്റ്റിയിൽ ബാധിക്കും. ഈ വെയിറ്റേജ് കൂടിയതുകൊണ്ട് ബാധിക്കുന്നതാണ്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റേറ്റ് 3.6, രേഖപ്രകാരം 3.6 പക്ഷേ ഒരു 6% ഈ കഴിഞ്ഞ മാസത്തിലെ ഇൻഫ്ലേഷൻ റേറ്റാണ് 3.65 എന്ന് പറയുന്നത്. പക്ഷേ ഒരു 6% കൂടുതൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വർഷം നമുക്കൊരു 100 രൂപയുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അടുത്ത കൊല്ലം ഈ 6% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ 100 രൂപയുടെ സാധനം 106 രൂപ കൊടുത്താലേ വാങ്ങാൻ പറ്റുള്ളൂ. ഈ 6 രൂപയുടെ വേരിയേഷൻ ആണ്, ആ പണപ്പെരുപ്പത്തെയാണ് ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്നും ഇതെപ്പോഴാണ് സ്ഥാപിതമായതെന്നും എന്താണ് റിപ്പോ റേറ്റ് എന്നും എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നും കറൻറ്റ് ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നും CRR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. ഇതെല്ലാം ഇൻഫ്ലേഷൻ എന്താണെന്നും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. 1-2 പ്രാവശ്യം നിങ്ങൾ കേട്ടുകയും ആദ്യമായിട്ടാണ് ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണെന്നുള്ളവർ
ഒന്നിന് 2 പ്രാവശ്യം കേട്ടാലേ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.